മുഴുവൻ മനുഷ്യരിലേക്ക് വികസനം എത്തിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു ഗവൺമെന്റാണ്. നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾക്കും ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കും സ്വീകരണം നൽകുന്നതിന്റെ തത്സമയ സംപ്രേഷണം ഞങ്ങൾ പ്രേക്ഷകരിലെത്തിക്കും. ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇടതുമുന്നണി മുൻപോട്ട് വെച്ച ഈ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ എത്ര പ്രവർത്തനങ്ങൾ നടന്നു എന്നതിനെ വിശകലനം ചെയ്യാൻ കൂടി കഴിയുന്ന തരത്തിലാണ് ഇടതുപക്ഷ മുന്നണി ഈ പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള സാമൂഹ്യ ജീവിതത്തിലാകെ വലിയ മാറ്റം വരുത്തുവാൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വീടുകളിലും അവശത അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൈത്താങ്ങാവുക എന്നതാണ് ഈ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാനം. സാമൂഹിക സുരക്ഷാ പെൻഷൻ എല്ലാ മനുഷ്യർക്കും 65 ലക്ഷം പേർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഓരോ ഘട്ടത്തിലും വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെയും അന്തസ്സ് ഉയർത്തുന്ന തരത്തിലാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. 18 മാസക്കാലം കുടിശ്ശികയാക്കി കേരളത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ നാമമാത്രമായ പെൻഷനാണ് അക്കാലത്ത് UDF ഗവൺമെന്റ് നൽകിയിരുന്നത്. എന്നാൽ ആ പെൻഷൻ ഓരോ ഘട്ടത്തിലും കൂട്ടിക്കൊണ്ട് സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സുരക്ഷിതമായി ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയായിരുന്നു LDF സർക്കാർ ചെയ്തത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഓരോ വീട് അവരുടെ വീട്ടിലുള്ള സന്തോഷം. ഒരു വീട്ടിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ എത്തുമ്പോൾ സ്വന്തം നിലയ്ക്ക് അവർക്ക് ഓരോരുത്തർക്കും വരുമാനം ഉണ്ടാക്കാൻ, അവർക്ക് സ്വതന്ത്രമായി കുറച്ച് പണമെടുത്ത് ചെലവാക്കാൻ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ടായി. ഓരോ വീട്ടിലും അഭിമാനപൂർവ്വമാണ് അവർ ഒരു പൈസ കൈപ്പറ്റുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നത് അവകാശമാണ് എന്ന പ്രഖ്യാപനമാണ് കേരള ഗവൺമെന്റ് നടപ്പാക്കിയത്. UDF സർക്കാർ മനുഷ്യർക്ക് നൽകാതെ പോയ, കുടിശ്ശിക ഇട്ടിട്ട് പോയ ആ പെൻഷൻ കുടിശ്ശിക തീർത്ത് നൽകുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ മുൻപന്തിയിലായിരുന്നു. നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ UDFകാർ അത് കൈക്കൂലിയാണ് എന്ന് ആക്ഷേപിക്കുകയുണ്ടായി. എന്നാൽ 1 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത സാധാരണ മനുഷ്യർക്ക് ഈ പണം അവരുടെ ചികിത്സയ്ക്ക്, അവർക്ക് ഭക്ഷണം കഴിക്കാൻ, അതുപോലെ തന്നെ അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയായിരുന്നു ഈ സർക്കാർ ചെയ്തത്. അന്ന് ഓരോരുത്തർക്കും എത്തുന്ന ഈ പണം അത് അവർക്ക് അഭിമാനപൂർവ്വം എത്തിക്കുകയാണ് സർക്കാർ ചെയ്തത്. അഭിമാനപൂർവ്വം എത്തിക്കുക എന്ന് പറഞ്ഞാൽ 32 ലക്ഷം പേർക്ക് ബാങ്ക് വഴി, ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ അവരുടെ വീടുകളിലും ഈ പൈസ എത്തിക്കുകയാണ്. ഈ പണം കൈപ്പറ്റാൻ ഏതെങ്കിലും ബാങ്കിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ ഒരാളും പോകേണ്ടതില്ല. നമുക്ക് കാണാം, ഈ പൈസ അർഹരായ മനുഷ്യരുടെ കൈകളിൽ എത്തിക്കുന്നതിന് വീടുകളിലേക്ക് ആ പൈസ എത്തിച്ചുകൊണ്ട് ഓരോരുത്തർക്കും കൈത്താങ്ങാവി ഈ ഗവൺമെന്റ് മാറുകയായിരുന്നു. ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയായിരുന്നത് ഇപ്പോൾ 2000 രൂപയായി ഈ സർക്കാർ ഉയർത്തുകയുണ്ടായി. നവംബർ മാസത്തിൽ നേരത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു മാസത്തെ 1600 രൂപയും ഇപ്പോ പുതുതായി സർക്കാർ പ്രഖ്യാപിച്ച വർധനയുടെ അടിസ്ഥാനത്തിൽ 2000 രൂപയും ചേർത്ത് 3600 രൂപ അർഹരായ മുഴുവൻ മനുഷ്യരുടെയും കൈകളിൽ എത്തിക്കുവാൻ
കഴിഞ്ഞത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ ക്രിസ്മസ് പുതുവത്സര പ്രമാണിച്ച് ഓരോ ആളുകളുടെയും കയ്യിൽ ഡിസംബർ മാസം 22-ാം തീയതി മുതൽ എത്തുകയാണ്. എത്ര കരുതലോടെയാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നവംബർ മാസത്തിൽ 3600 രൂപ വാങ്ങിയ ഓരോരുത്തരും ഡിസംബർ മാസത്തിൽ വീണ്ടും വർദ്ധിപ്പിച്ച 2000 രൂപ വാങ്ങുകയാണ്. അങ്ങനെ നേരത്തെ പ്രഖ്യാപിച്ച എല്ലാ പ്രഖ്യാപനങ്ങളും അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. നവംബർ 1 കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വിളിച്ച പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ നൽകും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള UDF ആക്ഷേപിച്ചത് ഇത് നടപ്പാകാൻ പോകുന്നില്ല എന്നാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പ്രഖ്യാപിച്ച ആ മാസം തന്നെ 1600 രൂപ കുടിശ്ശികയും 2000 രൂപ മാസം വർദ്ധിപ്പിച്ച പെൻഷനടക്കം 3600 രൂപ അർഹതയുടെ കൈകളിൽ എത്തിക്കുവാൻ ഈ സർക്കാർ ശ്രമിച്ചു. എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് നാം കാണണം. കേരളത്തിൽ ലോകത്ത് എങ്ങുമില്ലാത്ത വിധം സമാനതകളില്ലാതെ ദുരിതമനുഭവിച്ചൊരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെന്റ് എപ്പോഴാണ് ലോകത്ത് എമ്പാടും മനുഷ്യരെ ചുരുക്കിയ നിരവധി പ്രതിസന്ധികൾ കേരളത്തിൽ ഉണ്ടായത് നമുക്ക് കാണാം. ആദ്യമായി കേരളം അഭിമുഖീകരിച്ചത് ഒരു പ്രളയത്തെയാണ്. പ്രളയകാലത്ത് മനുഷ്യരെല്ലാവരും ജീവനെടി പരസ്പരം അങ്ങോട്ടും ഓരോരുത്തരും സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു ഘട്ടം. വെള്ളം ചുറ്റുപാടും വന്ന് നിറഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാതെ മനുഷ്യർ നിലവിളിച്ചപ്പോൾ പലരും മറ്റുള്ളവരുടെ വീടിലെ മുഖനിലയിൽ അഭയം തേടിയത്. വെള്ളം ആർക്കും തടയാൻ കഴിയാത്ത വിധം ഭവനത്തിന്റെയും ചുറ്റുപാടുകളിൽ വന്ന് നിറഞ്ഞപ്പോൾ എല്ലാവർക്കും ആശ്രയമായി സഹകരണത്തിന്റെ ദൂതുമായി ഒരു ഭരണ നിർവഹണത്തിന്റെ ശക്തി ബോധ്യപ്പെടുമാറാണ് കേരളത്തിൽ മുഴുവൻ പേരെയും രക്ഷിക്കുന്നതിനും അവർക്ക് ആവശ്യമായ സഹായ ഹസ്തങ്ങൾ എത്തിക്കുന്നതിനും ഈ ഗവൺമെന്റ് നടത്തിയ ശ്രമം ലോകത്ത് എങ്ങും ഉള്ള മനുഷ്യർ അഭിനന്ദിച്ചതാണ്. എല്ലാ മനുഷ്യർക്കും ഇവിടെ തുല്യതയോടെ ജീവിക്കാൻ കഴിയണം എന്ന ഇടതുപക്ഷ ആശയങ്ങളുടെ പിൻബലത്തിലാണ് ഇവിടെ ഗവൺമെന്റ് പ്രവർത്തിച്ചു വരുന്നത്. തുടർന്ന് നമ്മൾ കണ്ടതാണ് ലോകമാകെ വിറങ്ങലിച്ചു നിന്ന കോവിഡ് മഹാമാരി. ആ കാലത്ത് മനുഷ്യർ പരസ്പരം സഹായിക്കാനും ഒരാൾ വീഴുമ്പോൾ അയാളെ താങ്ങാനും അയാളെ എടുത്ത് ആശുപത്രിവാനും ഈ രോഗം പടരും എന്ന ഭീതി മൂലം പലരും തയ്യാറാകാതിരുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിന് നേതൃത്വം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചങ്കുറപ്പോടെ ഈ മഹാമാരിയെ നേരിട്ടത്. ലോകത്ത് വികസിത രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നു എന്ന് വിശ്വസിക്കുന്ന സാമ്പത്തികമായും മേഖലകളിലും വികസിച്ചുവെന്ന് അവകാശപ്പെടുന്ന ലോകരാജ്യങ്ങൾ നിറങ്ങലിച്ചു എന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരി ഇവിടെയുള്ള മനുഷ്യ പുഴുക്കളെ പോലെ പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞത് നമുക്ക് മരുന്നെത്തിക്കാം എന്നല്ല, മറിച്ച് ഈ കോവിഡ് എന്ന മഹാമാരിയെ ഇവിടെ നിന്ന് ആട്ടിയകത്ത് നമുക്ക് സ്വീകരിക്കാവുന്ന മാർഗം എല്ലാവരും ഒരു നിശ്ചിത സമയത്ത് പാത്രം പൊട്ടുക, അതുപോലെ തന്നെ മെഴുകുതിരി കത്തിക്കുക തുടങ്ങിയ ഒട്ടും ശക്തിയുള്ള തികച്ചും ബാലിശമായ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമാവുന്ന മട്ടിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നാം ഓരോ ദിവസവും മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കണക്ക് ടെലിവിഷനിലും പത്രത്തിലും കാണുമ്പോൾ
അത് വായിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരും ഭയം നമ്മൾ മൂടും. യുഗത്തിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് മുക്തരാകാൻ കഴിയുക എന്ന സങ്കടം നമ്മളെ ഓരോരുത്തരെയും പിന്തുടരും. ആ ഘട്ടത്തിൽ നമ്മൾ കാണുന്നു ആശ്വാസവചനവുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് അന്ന് വരെ ഉണ്ടായ രോഗപകർച്ചയെ സംബന്ധിച്ച് ശാസ്ത്രീയമായി നമ്മളോട് സംസാരിക്കുന്നു. കേരളത്തിൽ നടപ്പാക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച കൃത്യമായി നമുക്ക് നൽകുന്നത്. ആ ടെലിവിഷനിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ചിത്രം പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹം വർത്തമാനം പറയും. നമ്മൾ ഓരോരുത്തരും വളരെയധികം സമാധാനത്തോടെ എത്ര വ്യാപനത്തിൽ തുറങ്ങലിച്ച നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുന്ന നാട്ടിൽ എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടപ്പാക്കിയിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച വളരെ കൃത്യമായ കണക്ക് അവതരിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓരോ ദിവസവും പത്രസമ്മേളനം നടത്തി. ഓരോ പത്രസമ്മേളനവും ഓരോ മനുഷ്യരിലും ഉണ്ടാക്കിയ ആത്മവിശ്വാസത്തെ അളവ് എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ ഓർക്കുകയാണ്. ഓരോ മനുഷ്യരും അവർക്ക് അഭയമില്ലാതിരിക്കുന്ന അവരെ താങ്ങാൻ തണലാകാൻ ആരോപിക്കുന്ന അവസരത്തിൽ അവർക്ക് ആശ്വാസവചനവുമായി ഒരാളെത്തുക. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങൾ, സങ്കടങ്ങൾ അതിനെ പ്രതിരോധിക്കുക, നമ്മളെ സാന്ത്വനിപ്പിക്കുമ്പോൾ നാം എത്രമാത്രം സാന്ത്വനം അനുഭവപ്പെടുന്നുവോ അതേ അനുഭവമായിരുന്നു കേരള മുഖ്യമന്ത്രി എല്ലാ ദിവസവും ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചത്. ഇത് നാം കാണുന്നത് കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഏതു ഘട്ടം പരിശോധിച്ചാലും എല്ലാ ഘട്ടങ്ങളിലും കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നത് ഇടതുപക്ഷ ജനാധിപത്യക്കാർക്ക് വന്നപ്പോഴാണ്. ആദ്യമായി ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി നൽകുവാനുള്ള തീരുമാനം. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ വയലേലകളിൽ പണിയെടുത്ത, അങ്ങനെ ഓരോ ദിവസവും സ്വപ്നങ്ങൾ കാണാൻ പോലും കഴിയാതെ വിഷമിച്ച, മറ്റുള്ളവരുടെ തൊഴിലവസരങ്ങൾ പിന്നീട് സ്വന്തമായി അധ്വാനിക്കുവാനോ അതിൽ നേട്ടം കൊയ്യുവാനോ കഴിയാതെ പോയ ഒരു സമൂഹം. ആ സമൂഹത്തെ അർത്ഥബോധമുള്ളവരാക്കി മാറ്റാൻ, ഓരോരുത്തർക്കും ആശയപരമായി ഉയർച്ച ഉണ്ടാകാൻ, ഓരോരുത്തരുടെയും ഐഡന്റിറ്റി നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ ഓരോരുത്തരെയും സ്വയം പര്യാപ്തരാക്കി മാറ്റുന്നതിന് ശ്രമിച്ചുകൊണ്ട് 1957 സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇവിടെ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി. ഭൂപരിഷ്കരണ നിയമം കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെയും ലോകത്തിന്റെയും ചരിത്രത്തിലെ സംഘലിപികളാൽ രേഖപ്പെടുത്താവുന്ന ഏറ്റവും സുചിന്തിതമായ മനോഹരമായ ഒരു അവസ്ഥയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഭൂപരിഷ്കരണ നിയമത്തിലൂടെ കേരളത്തിൽ സാധാരണ മനുഷ്യർ അവർക്ക് ഒരു സ്വന്തമായി ലഭ്യമായി എന്നതാണ്. സ്വന്തമായി ഭൂമിയുള്ളവർക്ക് സ്വന്തമായി തലചായ്ക്കാൻ ഒരു വീട്, അതായിരുന്നു പിന്നീടുള്ള മനുഷ്യരുടെ ആഗ്രഹം. ഓരോ മനുഷ്യർക്കും അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ഓരോരുത്തർക്കും സ്വന്തമായി വസ്തു ഉണ്ടാവുക, കുറഞ്ഞ അളവിലെങ്കിലും വസ്തുവകകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ അവിടെ കയറി കിടക്കാൻ ഒരു വീടുണ്ടാവുക. അത് ഓരോ മനുഷ്യന്റെയും സ്വപ്നമാണ്. രാത്രിയിൽ മഴ പെയ്യും, പകൽ ആകാശത്ത് സൂര്യൻ കത്തി നിൽക്കുമ്പോൾ ഓരോരുത്തരും പ്രതീക്ഷിക്കും, ഞങ്ങൾക്ക് വെയിൽ കൊള്ളാതെ, മഴ ഏൽക്കാതെ, തണുപ്പ് അനുഭവപ്പെടാതെ കിടന്നുറങ്ങാൻ ഒരിടം. അതാണ് വീട്. വീട് എന്നത് എല്ലാ മനുഷ്യരുടെയും അതുപോലെ എല്ലാ ജീവികളുടെയും ഒരു സ്വപ്നമാണ്. ഓരോ മനുഷ്യർക്കും നല്ല വീടുകൾ ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കാലയളവിൽ കേരളീയ സമൂഹത്തിലാകെ മാറ്റം
നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലുണ്ടായിരുന്ന വീടുകളുടെ ഘടന നാം പരിശോധിക്കണം. കേരളത്തിലെ വീടുകളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഘടന പുല്ലുമേഞ്ഞതോ ഓലമേഞ്ഞതോ ഓടിട്ടതോ ആയ വീടുകളായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എല്ലാവർക്കും അടച്ചുറപ്പുള്ള കോൺക്രീറ്റ് വീടുകൾ എന്ന സ്വപ്നത്തിലേക്ക് ഓരോരുത്തർക്കും എത്താൻ കഴിഞ്ഞു എന്നതാണ്. 2024-25 വർഷം കേരളത്തിലെ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ 1215 കോടി രൂപ സർക്കാർ ബജറ്റിൽ വീടിന് വേണ്ടി വകയിരുത്തുകയുണ്ടായി. 2024-25 വർഷം കേരളത്തിൽ 5 ലക്ഷം വീടുകളാണ് സാധാരണ മനുഷ്യർക്ക് നൽകി. വീടില്ലാത്തവർക്ക് വീട്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, അതുപോലെ വരുമാനമില്ലാത്തവർക്ക് അവർക്ക് മരുന്ന് വാങ്ങാനോ അല്ലെങ്കിൽ കുറച്ച് പൈസ എടുത്ത് സ്വതന്ത്രമായി വിനിയോഗിക്കാൻ കഴിയുന്ന മറ്റിൽ ഓരോരുത്തരെയും സ്വയം പര്യാപ്തരാക്കുന്ന പ്രവർത്തനമാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിലൂടെ സർക്കാർ നടപ്പാക്കിയത്. ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ധനപരമായ മേഖലകളിൽ കരുത്തുറ്റ ഒട്ടേറെ ഇടപെടലുകൾ നടത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ആയി. ഈ സർക്കാർ തുടരേണ്ടതുണ്ട്. നമുക്ക് അറിയാം, കേരളത്തിൽ പിന്നീട് നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം അത് സാക്ഷരതാ യജ്ഞമായിരുന്നു. സാക്ഷരതാ യജ്ഞത്തിലൂടെ ഓരോ മനുഷ്യർക്കും വായിക്കാൻ, അറിവ് പകരാൻ, അക്ഷര വെളിച്ചം പകരാൻ ആവശ്യമായ ഇടപെടൽ നടന്നു. അന്ന് സാക്ഷരതാ യജ്ഞം ലോകം ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു. പ്രവർത്തിക്കുന്ന സാക്ഷരതാ യജ്ഞത്തിലൂടെ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അക്ഷരം എഴുതാൻ വായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നാം വായിക്കണം എന്ന് പറയുന്നത്? സാധാരണ മനുഷ്യർക്ക് വായനയിലൂടെയാണ് അവർക്ക് അറിവ് ഉണ്ടാകുന്നത്. വായനയിലൂടെ അറിവ് സമ്പാദിക്കുന്ന മനുഷ്യർ ആ അറിവിനെ തങ്ങളുടെ ജീവിതത്തിന്റെ വിനിമയ ഉപാധിയാക്കി മാറ്റും. ജീവിതായോധനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാകുന്നു അക്ഷരവും വായനയും, അതിനെ തുടർന്നുള്ള ചിന്തയും. അക്ഷരമുള്ള വായിച്ചിട്ടുള്ള ഓരോ മനുഷ്യരും പിന്നീട് അവർ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കേരളത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന മനുഷ്യരുണ്ടാകും എന്നാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ പ്രതികരണ ശേഷിയുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചാൽ മാത്രമേ ചോദ്യങ്ങൾ ഉന്നയിക്കൂ. അപ്പോൾ നാം നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയാണ് നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന പട്ടിണി മാറ്റുന്നത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വഹിച്ച പങ്ക്, അതിനെ സംബന്ധിച്ചുള്ള ഒട്ടേറെ ആലോചനകളും ചോദ്യങ്ങളും ഓരോ വ്യക്തിയിലുമാണ്. അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കും. കേരളത്തിൽ മനുഷ്യപക്ഷത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സർക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരാണ്. ബാക്കിയുള്ളവർ മനുഷ്യരുടെ അടിസ്ഥാനങ്ങളെ അവഗണിച്ചുകൊണ്ട് സാധാരണ മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുക്കാതെ ഓരോരുത്തരും സ്വന്തം നിലയിൽ അവരവരുടേതായ കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഇടതുപക്ഷ സർക്കാർ. കേരളത്തിലെ സ്കൂളെ സ്ഥിതി നമ്മൾ പരിശോധിച്ചു. കേരളത്തിൽ സ്കൂളുകൾ നേരത്തെ അടച്ചുറപ്പില്ലാത്ത ക്ലാസ് മുറികൾ, മതിയായ അധ്യാപകരില്ലാത്ത സ്കൂളുകൾ, അതുപോലെ തന്നെ ഓരോ വിദ്യാലയത്തിലും ശൗചാലയങ്ങൾ കാണാനേ ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്ന് ലോകത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് വിദ്യാലയങ്ങളെ ഉയർത്തുന്നു. എത്ര പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻകൈയെടുത്തത്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമ്മുടെ സ്കൂളുകൾ ഉയർന്നിരിക്കുന്നു. ഓരോ സ്കൂളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുട്ടികൾ പാഠങ്ങൾ നേരിട്ട്
കണ്ട് അനുഭവിച്ച് തിരിച്ചറിയും. അവര് എയർ കണ്ടീഷൻ നിറഞ്ഞ ക്ലാസ്, ഓരോ ക്ലാസ്സിലും കുട്ടിയുടെ പഠനത്തിന്റെ നേരനുഭവം നൽകുന്ന പ്രവർത്തനങ്ങളാണ് ക്ലാസ് മുറികളിൽ നാം കാണുന്നത്. അങ്ങനെ കേരളത്തിലെ സംസ്ഥാനങ്ങളിൽ വികസനത്തിന്റെ കുതിമായി കേരളത്തിന്റെ ജനകീയ മന്ത്രിസഭ അവയുടെ തേരോട്ട് നടത്തുകയാണ്. രണ്ടാം ഊഴത്തിന് ശേഷം കേരളത്തിൽ മൂന്നാമത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി 6 മാസത്തിന് ശേഷം കേരളത്തിൽ നടപ്പാകാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഇവിടെ കേരളത്തിൽ നടപ്പാക്കുന്ന പല പഞ്ചായത്തുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ്, ആ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥികളായി ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സഖാവ് മിനി സുനിൽ, അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സഖാവ് ഡോക്ടർ ലതാദേവി, അവർ രണ്ടുപേരും ഇവിടെ വോട്ടർമാരെ നേരിൽ കാണാനായി എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സമ്മതിദായകർ, ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകുന്നതിന് എത്തിച്ചേരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സ്ഥാനാർത്ഥികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകാൻ പറയുകയാണ്. ആരുടെയും പേര് പ്രത്യേകം വിളിക്കുന്നില്ല. എല്ലാവരും സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകണമെന്ന് അറിയിക്കുകയാണ്. ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്ന സഖാവ് ആർ ലതാദേവി സംസാരിക്കും. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, സമ്മതിദായകരെ, സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ചുരുങ്ങിയ സമയം മാത്രമേ തിരഞ്ഞെടുപ്പിലേക്ക് ഉള്ളൂ. നമ്മുടെ നാടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഞങ്ങളുടെ നേതൃത്വമുണ്ട്. ജനക്ഷേമ പരിപാടികളുടെ പെരുമഴക്കാലം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടത് ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കരങ്ങൾക്ക് കരുത്ത് പകരുന്നതിനായി കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി എല്ലാ നല്ലവരായ ആളുകളും മുന്നോട്ട് വരേണ്ട സന്ദർഭമാണ് ഇത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സമയക്കുറവ് മൂലം ദീർഘമായി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ചടയമംഗലം ഡിവിഷനിൽ നിന്നും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ ഏറ്റവും വിശാലമായിട്ടുള്ള ഡിവിഷന് 3 ഗ്രാമപഞ്ചായത്തുകൾ പൂർണ്ണം, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ 11 വാർഡുകളും ഉൾച്ചേർന്ന ഡിവിഷനാണ്. അവിടെ നിന്നും ആണ് നിങ്ങളുടെ മുൻ MLA ഡോക്ടർ ആർ ലതാദേവി എന്ന ഞാൻ അരിവാൾ നെൽക്കതിരടയാളത്തിൽ ജനവിധി തേടുന്നത്. നിങ്ങളെ എല്ലാവരെയും വീട്ടിൽ വന്ന് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കണം എന്ന ആഗ്രഹം ഉണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ആശീസ്സും അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരണം എന്ന് കരുതിയിരുന്നാലും പരിമിതികൾ എല്ലായിടത്തും എത്തുവാൻ എന്നെ അനുവദിക്കുന്നില്ല.
നിങ്ങൾക്കറിയാം, നിങ്ങളുടെ MLA എന്നുള്ള നിലയ്ക്ക് ഒട്ടനവധി പദ്ധതികളുടെ തുടക്കത്തിനും പൂർത്തീകരണത്തിനും മുൻകൈയെടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു എളിയ ജനപ്രതിനിധിയായിരുന്നു ഞാൻ. കൂടുതലൊന്നും പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ചടയമംഗലത്തെ സ്വീകരണം ഏറ്റുവാങ്ങുന്ന അവസരത്തിൽ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സൂപ്പർ ബസ്സുകൾക്ക് ഫെയർ സ്റ്റേജും ഇല്ലാതിരുന്ന ചടയമംഗലത്ത്, ഒരു സ്റ്റോപ്പ് പോലും ഇല്ലാതിരുന്ന ചടയമംഗലത്ത് അഭിമാനപൂർവം തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു KSRTC ഡിപ്പോ ഇപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സഖാവ് കെ നായനാരുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലയളവിൽ ഇവിടെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത എൻ്റെ ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അധികാരം ഏൽപ്പിക്കുന്ന അവസരത്തിൽ, ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന അവസരത്തിൽ ജനങ്ങളോട് ഒപ്പം നിന്നോട് നിഷ്പക്ഷമായും നീതിയുക്തമായും അഴിമതിയുടെ ജലദേശം പുരളാതെ ആത്മാർത്ഥമായിട്ടുള്ള പൊതുപ്രവർത്തനം ആയിരിക്കും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിജയിപ്പിക്കണം, നല്ല ഭൂരിപക്ഷം നൽകണം, നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം, നിങ്ങൾ എന്നെ ആശീർവദിക്കണം എന്ന് ചടയമംഗലത്തെ എല്ലാ നല്ലവരായ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നോടൊപ്പം ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സഖാവ് മിനി സുനിലിന് അരിവാൾ നെൽക്കടയാളത്തിലും, ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ടൗണിൽ മത്സരിക്കുന്ന സഖാവ് സനൽകുമാറിന് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും, നമ്മുടെ സലീന ബീവിക്ക് അരിവാൾ നെൽക്കതിരടയാളത്തിലും, ബസ് അടയാളത്തിലും ഉജ്ജ്വലമായിട്ടുള്ള ഭൂരിപക്ഷ വിജയം സമ്മാനിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ബസ് അടയാളത്തിലും അരിവാൾ നെൽക്കതിരടയാളത്തിലും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിലും ഓരോരുത്തരും ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് നൽകിയ സ്നേഹവായ്പിന് നന്ദി സഹോദരി സഹോദരന്മാരെ, നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഡോക്ടറേറ്റിൽ നിന്ന് സ്ഥാനാർത്ഥിയാണ് ഞാൻ. എന്റെ ചിഹ്നം അരിവാളും നെൽക്കതിരുമാണ്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സഖാവ് അടയാളം, സഖാവ് സനൽകുമാർ അരിവാൾ മലയാളം, പഞ്ചായത്തിലേക്ക് നേടുന്ന സ്ഥാനാർത്ഥി ഡോക്ടർ നമ്മുടെ മുൻ MLA. സഖാവിന്റെ ചിഹ്നം അരിവാളും നെൽക്കതിരുമാണ്. ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങളെ വിലയേറിയ വോട്ടവകാശ വോട്ടുകളായി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ മുന്നേറ്റത്തോടുകൂടി ഇടതുപക്ഷത്തിന്റെ എല്ലാ ജനപ്രതിനിധികളെയും ജയിപ്പിക്കുമെന്ന് ഉത്തമ വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി അരിവാൾ നെൽക്കടയാളത്തിലും അരിവാൾ ചുറ്റി നക്ഷത്രം അടയാളത്തിലും ബസ് അടയാളത്തിലും വോട്ടുകൾ രേഖപ്പെടുത്തി ഞങ്ങളെ എല്ലാവരെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കണമെന്ന് വിനയപുരസ്സരം അറിയിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ വരുന്ന നിന്നും മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. എന്റെ പേര് എന്റെ ചിഹ്നം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന മിനി സുനിലിന് അരിവാൾ നെൽക്കതിർ അടയാളത്തിലും ജില്ലാ പഞ്ചായത്തിൽ നിന്നും മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ലതാദേവി അവർക്ക്
അരിവാൾ നെൽസദർ അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു. LDF ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് സ്വീകരണ ഇവിടെ അവസാനിക്കുന്നു. വോട്ടർമാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജില്ലാ പഞ്ചായത്തിന്റെ സാരഥി അടക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥി അടക്കം നിലവിൽ ഈ വാർഡിൽ മത്സരിക്കുന്ന സലീം അടക്കം മുഴുവൻ പേരും വിശദീകരിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന നമ്മുടെ മുൻ MLA കൂടിയായിരുന്ന സഖാവ് ഡോക്ടർ R ലലാദേവിയെ അരിവാൾ നെൽക്കതിർ അടയാളത്തിലും ഈ ചടയമംഗലം ഇളവക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന സഖാവ് മിനി സുനിലിനെ അലിവാർ നെൽക്കതിർ അടയാളത്തിലും നമ്മുടെ ചടയമംഗലം